ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്കിത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. ഈ സംഭവങ്ങളെല്ലാം എടുത്തിട്ടുണ്ടാക്കിയാലും മതി കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ എന്താണ് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിയും മല്ലിപ്പൊടിയും ഗരം മസാലയും പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഈ ചിക്കൻ ഫ്രൈക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. വേറെ ഒന്നുമല്ല, ഈ പൊടികളെല്ലാം നമ്മൾ വീട്ടിൽ സ്പൈസസ് എല്ലാം എടുത്ത് കഴുകി ഉണക്കി ഒക്കെ ഉണ്ടാക്കിയെടുത്ത പൊടികളാണ് കേട്ടോ. മുളകാണെങ്കിലും നമ്മളുടെ വീട്ടിലെ മുളകും നമ്മളിതുപോലെ പഴുത്ത് കഴിയുമ്പോഴത്തേക്കോ ഉണങ്ങിയെടുത്ത് പൊടിപ്പിക്കാറുണ്ട് കേട്ടോ. നമ്മൾ എന്നിട്ട് മിക്സിയുടെ ജാറിലുള്ള അരപ്പ് ഈ ചിക്കനിലേക്ക് നല്ലപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ആ ചിക്കൻ്റെ ലെഗ് പീസ് 2 ഞാനൊരു ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഇത് ചിക്കൻ ഈ പീസസ് ബാക്കിയുള്ളതെല്ലാം ചെറുതായതുകൊണ്ട് തന്നെ ചിക്കൻ്റെ ലെഗ് പീസ് ചിലപ്പം വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം ഉള്ളിലേക്ക് മസാലയൊന്നും ചിലപ്പോൾ പിടിച്ചില്ല എന്ന് വരും. അപ്പോൾ കുറേ ഹോൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് നല്ലതുപോലെ എണ്ണയൊക്കെ കയറി നല്ല ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഈ അരപ്പെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് കുറേ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.